ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളിന്ന് സെലിബ്രേറ്റിംഗ് ദ അൺസെലിബ്രിറ്റീസ്. അതായത് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട്, അവർ നമ്മൾ വലുതായിട്ട് എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. എപ്പോഴും സെലിബ്രിറ്റീസാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരുടെ അമ്മമാർ ഭയങ്കര സംഭവമായിരിക്കും. അതേപോലെ എൻ്റെ ഒരു സെലിബ്രിറ്റിയാണ് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ എൻ്റെ സെലിബ്രിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. ഇറ്റ്സ് നൺ അനദർ ദാൻ എന്താണ് എൻ്റെ അമ്മ. അപ്പം വെൽക്കം ടു മൈ ഷോ. വെൽക്കം. ഓക്കെ, അപ്പോൾ അമ്മയെ പരിചയപ്പെടുത്തും. ഈശ്വര, എൻ്റെ പേര് വിമലാദേവി. എൻ്റെ അച്ഛൻ്റെ പേര് രാമൻ പൂജാരി, അമ്മ ചിന്നമ്മു. അവർക്ക് 7 മക്കളാണ്. അതായത് 6ാമത്തതാണ് ഞാൻ. എൻ്റെ പേര് വിമലാദേവി. ഞാൻ SLC വരെ പഠിച്ചിട്ടുണ്ട്. അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്നു. 3 മക്കളാണ്. മൂത്ത മോള് ദിവ്യ, അവൾ ബ്യൂട്ടീഷ്യനാണ്. മോഹൻ വിഷ്ണുദാസ് ഗൾഫിൽ എൻജിനീയറാണ്. 3ാമത്തെ ദൃശ്യ ചെറിയ കുട്ടിയാണ്. അവള് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചോദിക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പം എനിക്കെന്ന് പറയുന്നത്, എൻ്റെ വീട്ടിലാകെ എനിക്ക് 3 ആൾക്കാരേ ഉള്ളൂ, സിബ്ലിങ്സ്. ഇപ്പോൾ ഏതൊരു ചേച്ചി ഒരു ഏട്ടനും. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അനിയത്തിയുണ്ട്, ഏട്ടനുണ്ട്, ഏട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്. അപ്പം എന്താണ് ഇത്രയും 7 ആൾക്കാർ ഉള്ളൊരു ഫാമിലിയിൽ ജീവിക്കുമ്പോഴുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരുമായിട്ടും കളിച്ച് ചിരിച്ച് ഇണങ്ങി പിണങ്ങിയും. കുറച്ച് ഉറക്കെ പറഞ്ഞാൽ നല്ലതായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇത് മൂത്ത മോനാണ്. അപ്പം മൂത്ത മോനെ എന്താണ് പറയാനുള്ളത് നോക്കാം. 4 ആൾക്കാർ കേൾക്കുന്ന പരിപാടിയാണ് മോനെ. 4 ആൾക്കാർ കേൾക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയും, നല്ല കാര്യങ്ങൾ പറയും. അതെ 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 അത് നല്ല കാര്യമാണ്, അത് നല്ല കാര്യമാണ്. അതായത് ഞാൻ ആഴ്ചയിൽ വീട്ടിലേക്ക് വരുന്നത് അലക്കാനും കുളിക്കാനുമാണ്. അപ്പൊ ഞാൻ അമ്മേനെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും അമ്മേനോട് ചോദിക്കാനുണ്ടോ? ഓക്കെ, അച്ഛനും വന്നു. ഇനിയിപ്പൊ എല്ലാരും കൂടെ ഒരു ഫാമിലി ഇന്റർവ്യൂ ആക്കാം. അച്ഛൻ നല്ല അടിപൊളി സുന്ദരക്കുട്ടനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അപ്പൊ ടാട്ടിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അമ്മേനോടോ അച്ഛനോടോ ചോദിക്കാനുണ്ടോ? ഇപ്പം പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇവരുടെ ഈ ഒരു ദാമ്പത്യത്തിന്റെ രഹസ്യം എന്താണ്, ദാമ്പത്യത്തിന് ആ രഹസ്യം എന്തെങ്കിലും ഒക്കെ ഇപ്പൊ അച്ഛൻ്റെ തന്നെ അമ്മ പറഞ്ഞത് അനുസരിച്ചാൽ അച്ഛന് നന്ദി. അതേപോലെ എന്തെങ്കിലും എന്തൊക്കെയുണ്ട് വർത്താനോ? ഞങ്ങള് അപമാനിച്ചോ അതൊന്നും ഏക്കൂല. ഓള് നല്ല കുട്ടിയല്ലേ? ഓളല്ല കുട്ടിയ. ഞാനിതൊക്കെ കട്ട് ചെയ്യും. പൊന്നൂട്ടാ, ഇവിടെ വേറൊരു പരിപാടി ഉണ്ട്, അത് ഞങ്ങൾക്ക് അറിയില്ല. മനസ്സിലായി. വാവ വീട് എടുക്കാണ്. വീട് Okay guys, see this is my brother. Oh my God.
സോറി, എന്റെ ഏട്ടന് പ്രശസ്തി ഇഷ്ടമല്ല. അതാണ്. ക്യാമറ ഓൺ ആക്കിയില്ല ഇത് ഉണക്കിട്ടാ അത് ഉണക്കിട്ടാ അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം എന്ന് പറയുന്നത് സംഭവം 7 ആൾക്കാരുടെ ഇടയിൽ ഉള്ള ആ ഒരു ബോണ്ട് എങ്ങനെയാണ്? നിങ്ങളുടെ ആങ്ങളമാര് പെങ്ങന്മാരുള്ള ആ ഒരു ബോണ്ടിനെ പറ്റി പറയണം, ഉറക്കെ പറയണം. അത് നല്ല രസാണ്. നമ്മള് സ്നേഹിക്കാനും കൂടെ കളിക്കാനും കൂടെ ഒപ്പരം റൂമിൽ ഒരു റൂമിലാണ് എല്ലാവരും കൂടി 7 പേരും തന്നെ കിടക്കുക. പിന്നെ ഓണോ വിഷു ഒക്കെ വന്നാൽ വലിയൊരു ഇല മുറിച്ചിട്ട് എല്ലാവരും കൂടി ആ ഒരു ഇലയിൽ ഭക്ഷണം കൊണ്ടുപോയിട്ട് എല്ലാവരും അച്ഛനും അമ്മയും എല്ലാ മക്കളെല്ലാവരും കൂടി കഴിക്കുക. അല്ലാതെ ഇപ്പോഴത്തെ മാതിരി ഓരോരുത്തർക്കും ഒരു ഇലയില്ല, എല്ലാവർക്കും കൂടി ഒറ്റ ഇലയിലുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ വലിയൊരു വാഴയില വെട്ടിയിട്ട് ആ ഇലയിലാണ്ട് എല്ലാവർക്കും ഉള്ള ചോറും കറിയൊക്കെ കണ്ട് വിളമ്പിയിട്ട് എല്ലാവരും ഒപ്പരിന്ന് കഴിക്കുക. പിന്നെ പൂ പറിക്കാനൊക്കെ എല്ലാവരും കൂടി കുറേ അടുത്ത വീട്ടിലെ കുട്ടികളും എല്ലാവരും കൂടി പീടിയൊന്നും പൂ വാങ്ങിക്കൊണ്ടില്ല, അന്ന് വാങ്ങലൊന്നുമില്ല. എല്ലാ തൊടികളിലൊക്കെ നടന്ന് പൂ പറിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ അടിപിടി കൂടും, വികൃതി തല്ലുപിടിയൊക്കെ ആയിട്ട് രസമായിട്ട് കളിയും ചിരിയായിട്ട് എല്ലാ വീട്ടിലും ഭയങ്കര ഒരു 86, 87 നല്ല കൂട്ടുകെട്ടായിരുന്നു. ഇപ്പോഴൊക്കെ എന്ത് മക്കൾക്ക് പുറത്തിറങ്ങി പീടിയെന്ന് കവടം പൂ മേടിച്ചിട്ട് പൂവിടുക, അതാണ്. അതായത് അന്നത്തെ കളി ഓണം വിഷു ബന്ധങ്ങളും അന്നത്തത് അതൊരു രസം തന്നെയായിരുന്നു. സ്കൂളിലൊക്കെ ഞങ്ങൾ നടന്നു പോവുകയ്യ, ചേളാരി സ്കൂളിലേക്ക് നടന്നു പോവുകയ്യ. പോകാൻ നേരത്ത് പിന്നെ അങ്ങേ വീട്ടിലെ കുട്ടികൾ ഇങ്ങോട്ടുള്ള ചെക്കന്മാരെ ആണാണോ പെണ്ണാണോ എന്നൊന്നുമില്ല, എല്ലാവരും കൂടി കഥയും സിനിമ കഥയും പാട്ടോ എന്തെങ്കിലും പാടിയിട്ട് സ്കൂളിൽ ചേളാരി വരെ നടക്കും. അവിടുന്ന് തിരിച്ചു പോരുന്നത് അതേ. അപ്പൊ എങ്ങനെയായിരുന്നു പണ്ടത്തെ ഓണക്കാലം? എങ്ങനെയായിരുന്നു? എന്നോട് നോക്കിയിട്ടല്ല പറഞ്ഞത്, എവിടെ നോക്കിയിട്ടാണെങ്കിലും പറഞ്ഞു. പിന്നെ പണ്ടത്തെ ഓണക്കാലം എന്ന് പറഞ്ഞത് എല്ലാ വീട്ടിലും 5, 6 മക്കളുണ്ടാവും, ഓരോ അച്ഛനന്മാർക്ക്. അപ്പോൾ എൻ്റെ പ്രായക്കാർ, എൻ്റെ അനിയത്തിൻ്റെ പ്രായക്കാർ, അയ്യേട്ടൻ്റെ പ്രായക്കാർ, അങ്ങനെ കുറച്ച് ആ ഒരു പ്രായത്തിൽ ഞങ്ങളെ ആ കുടുംബക്കാരും അയൽവാസികളായിട്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംമാതിരി കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തന്നെ കുളിച്ച് മാറ്റി ഒരു പിന്നെ കവറുകളൊന്നുമില്ല, വലിയ ഇലയോ അല്ലെങ്കിൽ ഈ ഓലോണ്ടൊരു കൊട്ട ഉണ്ടാക്കിയിട്ട് പൂക്കൊട്ട ഇതാക്കിയിട്ട് എല്ലാ തൊടികളിലും നടക്കും. അരിപ്പൂവ്, ഒടിച്ചുത്തിപ്പൂവ്, കാക്കാപ്പൂവ്, അങ്ങനെ ഒരു മരത്തുമ്പിൽ പൂവ് നീളെ എങ്ങനെ ഉണ്ടായിരുന്നു ഒടിച്ചെടുക്കുക പൂവ് ഒടിച്ചുത്തി അങ്ങനെ പല പൂക്കൾ കിട്ടും. പൂവ് അത് എല്ലാ കുറേ വീടുകളിലൊക്കെ തൊടികളിലൊക്കെ നടക്കും. അങ്ങനെ പൂവ് വൈകുന്നേരം ഉച്ചയാകുമ്പോഴേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും കൊണ്ടുവന്ന് നിറച്ച് എല്ലാവരും വീട്ടിൽ പൂവിടാനുള്ള പൂവ് മുഴുവൻ കിട്ടും. അങ്ങനെ എല്ലാവരും കൂടി പാട്ടും ഒക്കെ പാടിക്കാഞ്ഞ് പൂവ് പറിക്കുമ്പോൾ അങ്ങനെ പൂവ് ഇട്ടിട്ട് പിന്നെ കഴിഞ്ഞിട്ട് ഓണത്തിന് ഫുള്ള് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കളി, വീടിൻ്റെ മുറ്റത്ത് ഊഞ്ഞാല് കെട്ടിയിട്ടും വലിയ ഊഞ്ഞാല് കെട്ടും. എന്നിട്ട് ഒരാൾ ഇരിക്കും, ഒരാൾ നിൽക്കും, എന്നിട്ട് കുഞ്ഞുണ്ടോ കുഞ്ഞുണ്ടോകയ്യ, ഒരാൾ നിൽക്കുക ഒരാൾ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുക. അതൊക്കെ നല്ല രസമാണ് ഊഞ്ഞാലാടുക. പിന്നെ കബഡി കളിക്കുക, ഉപ്പ് കളിക്കുക, ഉപ്പ് ഇങ്ങനെ ഇങ്ങനെ കളിച്ച് ആ കണ്ടത്ത് അവിടെ നിന്ന് ഒരു ഉപ്പ് ഉപ്പ് കളി, ഒളിച്ചോളി കളി, അങ്ങനെ പല കളികളാണ്. ഇതേമാതിരി ഇന്നത്തെ കാലത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ടിവിന്റെ മുന്നിലോ അല്ലെങ്കിൽ കിടന്നുറങ്ങില്ല, ഇത് എല്ലാവരും കൂടി ഭയങ്കര കളിയും ആയിട്ട് നല്ല രസമാണ്. തിരുവാതിരയ്ക്ക് ആണെങ്കിൽ തിരുവാതിരയ്ക്ക് എന്താ ചെയ്യാ, തലേന്ന് രാത്രി തിരുവാതിര എന്ന് പറഞ്ഞ് രാവിലെ എല്ലാവരും കൂടി ഒരു വലിയ കുളമുണ്ട്, ആ കുളത്തിൽ പോയിട്ട് വെള്ളത്തിൽ തിരുപ്പറക്കുന്ന വെള്ളം തൈലക്കുളം എന്ന് പറയും, പെഞ്ചിരിക്കുളം തൈലക്കുളം. കുളത്തിൽ പോയിട്ട് വെള്ളത്തിൽ കുത്തി മറിഞ്ഞ് വെള്ളം ഒച്ചുണ്ടാക്കിയിട്ട് കുളിച്ച് വരിക. എന്നിട്ട് പിന്നെ രാത്രി ഫുള്ള് കളി ഊഞ്ഞാലാടുക. തിരുവാതിരയാകുമ്പോൾ അധികം വീട്ടിൽ വലിയ ഊഞ്ഞാല കിട്ടും. എന്നിട്ട് ഊഞ്ഞാലാടി കളിക്കുക. രാവിലെ വേഷം കെട്ടിയിട്ട് ചെണ്ടയൊക്കെ കൊട്ടി, ചെണ്ടയ്ക്ക് പകരം ബക്കറ്റോ ടിന്നുകളൊക്കെ കൊട്ടിയിട്ട് ഇങ്ങനെ എല്ലാ വീടുകളിലും പാട്ടൊക്കെ പാടിയിട്ട് കൊറോന കണ്ടിന്യൂ പാട്ടൊക്കെ പാടി കളിക്കും. ഉറക്കൊഴിയാനൊരു പണി, ഉറക്കൊഴിയാൻ ആൾക്കാർക്ക് ഒരു രസം. ഉറക്കൊഴിയാൻ ആ വേഷം കെട്ടിയിട്ടൊക്കെ അടുത്ത വീട്ടിലൊക്കെ അങ്ങനെ നടക്കുക, എല്ലാ വീടുകളിലും കൊട്ടി നടക്കുക. അതൊക്കെ ഒരു നല്ല രസമാണ്. ഓണം വിഷു ഒക്കെ ആകുമ്പോൾ അന്നേരം ഓണത്തിന് വിഷു എന്ന് പറഞ്ഞാൽ വലിയ ഓരോ വീട്ടിലും ഇപ്പൊ എന്താ ഓരോരുത്തർക്കും ഓരോരോ കഷ്ണ ഇലയല്ലേ, അന്നതല്ല ഒരേ ഇല
ഒരു വാഴേൻ്റെ ഒരു ഇല ഫുള്ള് എടുക്കും. എന്നിട്ട് ആ ഇല കൊലായിൽ വെക്കും. കൊലായിൽ നിലത്ത് വെച്ചിട്ട് ആ ഇലേൻ്റെ ചുറ്റുമാണ് വീട്ടിലുള്ള അച്ഛനും അമ്മയും മക്കളൊക്കെ ഇരിക്കുക. ആദ്യം അപ്പോൾ അച്ഛനും അമ്മയും പെണ്ണുങ്ങളും ആരാച്ച എല്ലാവരും ഒപ്പം ഇരിക്കുക. അവിടെ വെച്ച ഭക്ഷണം ചോറും കറിയും ഒക്കെ ഈ ഇലയിൽ ഇങ്ങനെ എല്ലാവരും ഭാഗത്തും ഇങ്ങനെ വിളമ്പിക്കും. വിഭവങ്ങളൊക്കെ വിളമ്പിയിട്ട് ആവശ്യമുള്ള വെള്ളം സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരും കൂടി ഒപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. അതൊരു രസം വേറെ തന്നെയാണ്. അതെന്താ ഇപ്പൊ ഞങ്ങൾക്ക് എന്താ അങ്ങനെ നിങ്ങളെന്താ ചെയ്യാത്തെ? ഇപ്പൊ എന്താണ് ഇപ്പൊ അവരാർക്കുള്ള ഒരു വെറൈറ്റി ആയിട്ട് പണ്ടങ്ങനെ രസാണ്. ആ ഒരു രസാണ്. ഭക്ഷണങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലുള്ള എല്ലാവരും കൂടി പോയി കളിക്കുക. രസമാണ്. പിന്നെ ഇന്നത്തെ വരില്ല, അന്നൊരു പപ്പടം കാച്ചത്. പപ്പടമൊക്കെ പിന്നെ ഞങ്ങളൊക്കെ കുട്ടിക്കാലമായപ്പോൾ പിന്നെയും കാച്ചിട്ടുണ്ട്. അതിന്റെ മുന്നേ ഒക്കെ പണ്ട് കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പടം അങ്ങനെ ഒരു ഓണത്തിനും വിഷുവിനും മാത്രമേ പപ്പടം കിട്ടുള്ളൂ. നല്ലൊരു തേങ്ങ അരച്ച കറി വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഓണത്തിനും വിഷു. ഇന്നത്തെ കാലത്ത് എന്നും ഓണം വിഷു. അപ്പൊ അതുകൊണ്ട് പ്രത്യേകതയില്ല. പിന്നെ അന്നത്തെ ചിലപ്പോ ഒരു വില കുറഞ്ഞതായാലും ഒരു ഡ്രസ്സ് അതൊക്കെ ഒരു പുതുമയ സന്തോഷാണ്. ഇന്നിപ്പോ എന്താ ഡ്രസ്സിനൊരു പുതുമയില്ല. ഇഷ്ടംമാതിരി കാണുമ്പോൾ വാങ്ങും, പിന്നെ ഓൺലൈനിൽ വാങ്ങും. അപ്പൊ ഓണത്തിന് വിഷുവിന് പ്രത്യേകതയില്ല. അന്നത്തെ അതല്ല. ഓണത്തിന് വിഷുവിന് അപ്പൊ അത് കിട്ടില്ല. ആരാ ഗിഫ്റ്റ് ആയിട്ടാവും കിട്ടുക. ആ ഏട്ടൻ വാങ്ങി തന്ന അച്ഛൻ വാങ്ങി തന്ന ആരെങ്കിലും വാങ്ങി തന്ന അതൊരു ഭയങ്കര സന്തോഷാണ്. അതധികം വിലേന്റെ ഇല്ല, ഒരു മനസ്സിനൊരു സന്തോഷാണ്. അത്ര ഓണം വിഷു ഇങ്ങനെയുള്ള കാലത്തുള്ള മക്കൾക്ക് ഇല്ല. ഇവിടെ ഒരു ഞങ്ങളുടെ വീട്ടിലിപ്പോ ഒരു പൂവിട്ട് എല്ലാവരും കൂടി പൂവിട്ട് കഴിഞ്ഞാൽ ഉറക്ക വിളിക്കും. പോയേന്ന് ഉറക്ക വിളിക്കണം. ആ വിളി കേട്ടിട്ട് അടുത്ത വിട്ടേര് ഒരു പൂവിട്ട് കഴിഞ്ഞാൽ പൂവിട്ട് കഴിഞ്ഞാൽ ഓല് വിളിച്ച അയ്യോ ഓരോടെ പൂവിട്ട് കഴിഞ്ഞ് അങ്ങനെ. ഞാനുണ്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഓരോ വീട്ടിലെ പൂക്കൾ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ എപ്പോഴും അങ്ങനെ. ആ ഒരു സംഭവം അതാണ്. ഒറ്റ വീട്ടില് എല്ലാവരും വീട്ടിലും പോയി ഒക്കെ പൂക്കളം കാണുക. വളരെ രസമാണ്. അല്ല ഇപ്പൊ കുട്ടികൾ മാത്രല്ല, അവിടെയുള്ള അമ്മമാരും അച്ഛന്മാരും അങ്ങനെ തന്നെയാണ്. അയൽവാസികളെല്ലാവരും കൂടി ഒത്തുകൂടി ഒരു വിശേഷം പറഞ്ഞിരിക്കും. മക്കൾ ഇവിടെ കളിക്കും. ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് എല്ലാ അമ്മമാരും കൂടെ ഒഴുങ്ങി വീട്ടിലുണ്ടാവും. അപ്പൊ എൻ്റെ വീട്ടിൽ ഓരോ വീട്ടിലെ വിശേഷം പറയും. ഇപ്പോൾ അമ്മമാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, അച്ഛന്മാരും വീട്ടിൽ നിന്ന് ഇറങ്ങില്ല, മക്കള് ഇതങ്ങനെ ഇത് വന്നു കാലത്തിന് വെച്ച് കുറെ മാറ്റങ്ങൾ വന്നു. കുട്ടിക്കാലാണ് ഞങ്ങളെ കുട്ടിക്കാലം നല്ല നല്ല ഒരു സ്നേഹബന്ധമുള്ളൊരു കുട്ടിക്കാലായിരുന്നു. ആ കുട്ടിക്കാലം പിന്നെ ഉണ്ടായിട്ട് ഈ 2086 അമ്മ എപ്പോഴും കുട്ടിയാവില്ലല്ലോ. അമ്മയ്ക്ക് ഒരു കുട്ടിക്കാലം ഉണ്ടാവും. അതല്ല, അന്നത്തെ കുട്ടിക്കാലത്തുള്ള ഞങ്ങളതല്ല അനുഭവം നോക്കുമ്പോ അതേ ഒരു അനുഭവം പിന്നെ ഉണ്ടായില്ല. പിന്നെ ഈ മാധ്യമങ്ങൾ ഇതൊക്കെ വന്നതിന് ശേഷം വലിയ കുട്ടികളെ കളികളൊക്കെ കുറഞ്ഞു. ഞാൻ പിന്നെ കളിച്ചിട്ടുണ്ട്, ഓടി കളിച്ചിട്ടുണ്ട്. ഇപ്പൊ അത്രയില്ല. എന്നാ ഗിജുക്കുള്ള കാലത്ത് ഒരു സൈബർ കളിക്കാൻ പോകും. സൈബർ അപ്പൊ ആ കളികളുണ്ട്. കുട്ടിക്കാലത്താണെങ്കിൽ അകത്തിന്റെ മൂലയിലും വാതിലിന്റെ ജനലിലും എല്ലോട്ടും കല്ല് പൊട്ടിച്ചു. കൊത്തങ്കല്ലിന്റെ കോമ്പറ്റീഷൻ, വളപ്പൊട്ട് കോമ്പറ്റീഷൻ. ഇപ്പൊ എന്നാ കുട്ടിയൊക്കെ ഒരു കളിയില്ല. കൊറേ മാറ്റങ്ങളുണ്ട്. സ്കൂളിലൊക്കെ കളിക്കുന്നുണ്ടാവായിരിക്കും, അറിയില്ല. സ്കൂളിലും ഇല്ല. അതിപ്പം ജനറേഷൻ മാറുമ്പോ നമുക്ക് എപ്പോഴും പഴമ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. പ്രോഗ്രസ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ആ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ലല്ലോ. അപ്പോൾ അമ്മയുടെ എപ്പോഴായിരുന്നു വിവാഹം, എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്? എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പം അതിന് തയ്യാറായിട്ടായിരുന്നോ കല്യാണം കഴിച്ചത്? കല്യാണം എന്താന്ന് പോലും അറിയാത്ത കാലത്ത് എൻ്റെ താഴെ എൻ്റെ അനിയത്തിണ്ട്. അവൻ്റെ അങ്ങനെ ആകുമ്പോൾ എനിക്ക് വാശി പിടിക്കാനും ഒന്നിനും പറ്റുന്നൊരവസ്ഥ. അവന്റെ വാശി പിടിക്കണം എന്നുള്ളൊരു വാശി പിടിക്കണം എന്നുള്ളൊരു തോന്നല് പോലും ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ കല്യാണത്തിൻ്റെതോ എന്നൊരു അങ്ങനത്തെ ഒരു ആ ചിന്തയിലേക്കൊന്ന് വരുന്നതിൻ്റെ മുന്നേ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് പിറ്റേത്തെ കൊല്ലം ആ മാർച്ച് 21-നാണ് എൻ്റെ കല്യാണം. ഒരു മാർച്ചിൽ SSLC, പിറ്റേത്തെ മാർച്ച്. അപ്പൊ എന്താണ് ഈ വിമലാദേവിക്ക് ആ ഒരു വിമലാദേവിനോട് പോയിട്ട് പറയാനുള്ളത്? മോളെ കല്യാണം കഴിച്ചോ, അടിപൊളിയാണ് എന്ന് പറയണോ, അതോ വേണ്ട മോളെ? അതെന്താ പറയാ,
കുറച്ചൊക്കെ പെൺകുട്ടികളായാലും കുറച്ചൊക്കെ പഠിച്ച് കുറച്ചൊക്കെ ഒന്ന് എന്തെങ്കിലും ജോലിക്ക് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ജോലിയൊക്കെ അടിച്ചൊക്കെ എന്നിട്ടൊക്കെ മതി കല്യാണം. ചെറുപ്പത്തിലെ ഒന്നറിയാത്ത പ്രായത്തിൽ ഇനിയൊക്കെ ഹാഫ് അവിടെ എടുത്തിരിക്കുന്നത് 9ാം ക്ലാസ് കൊണ്ട് പെണ്ണായിരുന്നു ഏതാണ്. നിങ്ങളിങ്ങനെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെ കാണുമ്പോൾ എങ്ങനെ ചെക്കന്മാരൊക്കെ അങ്ങോട്ട് നോക്കും അവിടെ ഒരു കുട്ടിയുണ്ട് എന്ന് പറയില്ലേ? അങ്ങനെ പെട്ടെന്ന് കഴിച്ചിടും. എനിക്കൊന്നും അല്ല ഓപ്ഷൻ പറയാനും പറ്റില്ല. അനിയത്തി ഇന്നെങ്കിലും പറഞ്ഞു. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞ അല്ല അപ്പുറമില്ല, നമ്മളെ എതിർത്ത് പറയാനുള്ള ആ സമയമില്ല, പറ്റില്ല. അതുകൊണ്ട് കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇത്രയും വലിയ മക്കളായി. 35 വയസ്സായ മോളുണ്ടെന്ന് ഇപ്പം എന്നെ കണ്ടാൽ തോന്നുമോ? തോന്നാനൊക്കെ ഉണ്ട്. അത്ര ചെറുപ്പല്ല. 35 വയസ്സായാലും ചേച്ചിക്ക് 35ാമത്തെ വയസ്സല്ല. അങ്ങനെ. അപ്പോ പിന്നെ എന്താണ് ഇപ്പത്തെ തലമുറേനെ നോക്കുമ്പം ലൈക്ക് അയ്യോ എനിക്കിത് ചെറുപ്പത്തിൽ കിട്ടിയില്ലല്ലോ എന്ന് തോന്നുന്ന സംഭവം എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ദേവുട്ടനെയോ ആശുവിനെയൊക്കെ കാണുമ്പോൾ എനിക്കിത് ചെറുപ്പത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ദേവുട്ടനെയും ആശുട്ടിനെയും കാണുമ്പോൾ എനിക്ക് തോന്നണമെന്നില്ല. അവര് കുട്ടിക്കാലം. പക്ഷെ ഇപ്പോഴും 10, 15, 20, 25 വയസ്സായ പെൺകുട്ടികൾ ആ ജോലി അടിച്ച് അവരെ സ്ഥിതി നടക്കുമ്പോൾ ഞാനൊന്നും തീരെ അങ്ങനെ നടന്നിട്ടില്ലല്ലോ. എപ്പോഴും ഒരു പണി ഞാൻ ഇന്നും കൂടി വിചാരിച്ചിട്ടുള്ളൂ. അവിടുന്നും പണി, ഇവിടെ വന്നിട്ട് പണി ആ പണി എടുക്കണം എന്നുള്ളത് ഫ്രീഡം കിട്ടിയിട്ടില്ല. അതിനിപ്പോ ഈ പ്രായത്തിൽ ആരും തരാനൊന്നും പോണില്ല. അതിന്റെ ഒരു കുറവുണ്ട്. ഇതേപോലെ പുറത്തൊക്കെ ഇറങ്ങി നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു മുപ്പത്തെ പ്രായമുള്ള കുട്ടികളൊക്കെ ചെത്തി നടക്കണം. ഞാനും നോക്കി അങ്ങനെയൊന്നുമില്ല, നടക്കേണ്ട ചാൻസ് കിട്ടിയിട്ടേ ഇല്ല. അതിപ്പോ കിട്ടിയിട്ടല്ല, നമുക്കും കിട്ടിയിട്ടൊന്നുമല്ല. അപ്പൊ അമ്മയൊക്കെ എന്നെ ഇങ്ങനെ വിടുന്നതാണ് അല്ലല്ലോ. അത് നമ്മള് നേടിയെടുക്കണം. അന്ന് നമുക്ക് അങ്ങനെ ഒരു പറയാനുള്ള ഒരു വോയിസ് ഉണ്ടായിരുന്നില്ല. സാഹചര്യം അങ്ങനെയായിരുന്നു. ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ആണുകുട്ടികളും ഇല്ല പെൺകുട്ടികളും ഇല്ല. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അച്ഛനോടും അമ്മേനോടൊക്കെ സമ്മതം വാങ്ങി അങ്ങനെ ഇങ്ങനെയൊന്നും വിടുന്നില്ല. അപ്പൊ അന്നൊക്കെ ഒരു എല്ലാരും എവിടെ അച്ഛനമ്മമാര് പറഞ്ഞു ഇത് പറയുന്ന ഈ അച്ഛനമ്മമാര് പേടിച്ച് വളർത്തുന്നതാണോ അല്ലെങ്കിൽ അച്ഛനമ്മമാര് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണോ നല്ലത്? സ്വാതന്ത്ര്യം കൊടുക്കണം, പക്ഷെ അതിന്റെ കടിഞ്ഞാൻ എപ്പോഴും അച്ഛനമ്മേന്റെ കൂടെ എങ്ങോട്ടൊക്കെ പോകണ്ടെങ്കിൽ പോയിക്കോ. എന്നാലും ഇടയ്ക്ക് ഞങ്ങൾ പറയണ സമയത്ത് ഇവിടെ എത്തണം. പിന്നെ എങ്ങോട്ടെങ്കിലും പോയതെന്ന് കാര്യമായിട്ട് തുറന്നെല്ലാം പറയണം. എപ്പോഴും ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കോ? അതായത് ഇപ്പൊ ഞങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ അയ്യോ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ സമ്മതിക്കൂല, എന്നാ പിന്നെ ഇപ്പൊ എന്തിനാ പറയണത്? ആ ഒരു സംഭവം അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ മറ്റേ വീട്ടിൽ ആദ്യം പോവാണെങ്കിൽ പോയിക്കോ. ഓക്കെ ഇനി പോയിട്ട് ഓക്കെ ഇപ്പോഴാണല്ലോ വരാം, ഓക്കെ ശരി ആ ഒരു സംഭവമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എങ്ങോട്ടേലും പോണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഉത്തരം പോകണ്ട എന്നായിരിക്കും. അങ്ങനെയാണോ കുട്ടികൾ പറയില്ല, അതൊരിക്കലും പറയില്ല. പക്ഷെ പോകണം, സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷെ ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കണോട് എനിക്ക് യോജിപ്പില്ല. എത്ര വയസ്സ് വരെ ഈ സ്വാതന്ത്ര്യം കൊടുക്കണം? അത് അച്ഛനമ്മമാർക്ക് മക്കള് എത്ര പ്രായമായാലും അവർക്ക് അവരെ മക്കള് കുട്ടികൾ അവർക്ക് മക്കൾക്ക് പ്രായം തോന്നൂല. മക്കൾക്ക് എനിക്ക് മീശയൊക്കെ വന്നു ഞാൻ വലിയ ചെക്കനായി, അല്ലെങ്കിൽ എനിക്ക് എന്താണ് പറയാ, എനിക്ക് എന്താ കിട്ടിയതാണത് പ്രായപൂർത്തിയായത്. അങ്ങനെ എത്ര നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. എന്ത് അച്ഛനമ്മമാർക്കും മക്കള് കുട്ടികളാണ്. അവര് പുറത്തേക്ക് പോയിക്കാച്ചാല് പിന്നെ വരുവോളം ടെൻഷൻ. അപ്പൊ വിദേശത്തായാലും സ്വദേശത്തായാലും കെട്ടിച്ചോടത്തായാലും എവിടെയായാലും ആ ദിവസം അവരെ ശബ്ദം കേൾക്കഴിഞ്ഞാലും അവരൊന്നും വിളിക്കഴിഞ്ഞാലും ഒക്കെ ടെൻഷനാണ്. അതൊരു അവരുടെ ഒരു ഇതാണ്, പാരമ്പര്യമായിട്ടല്ല. നിങ്ങളുടെ പാരമ്പര്യമാണ്, അത് ഈ കാലടന്മാരുടെ ഒരു പാരമ്പര്യമാണ്. വെറുതെ ടെൻഷൻ അടിക്കുക. അത് പിന്നെ കുറെ ഉഷേച്ചിക്കാൻ തോന്നുന്നുണ്ട്. ഉഷേച്ചി പറഞ്ഞ അമ്മേൻ്റെ അനിയത്തി. പിന്നെ എന്താണ് ഇപ്പോഴത്തെ ജനറേഷന് കൊടുക്കാനുള്ള ഒരു ഉപദേശം? ഇത്രയും പിന്നെ ഒരു കാര്യം ചോദിക്കണ്ടേ, അമ്മയ്ക്ക് 7 സിബ്ലിങ്സ് ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മ എന്തുകൊണ്ട് 3 മക്കൾ മാത്രം?
ഇത് ചോദിക്കുന്ന ആളെന്നെ എൻ്റെ തറവാട്ടിൽ 6 ആങ്ങളെയും ചേച്ചിയും എൻ്റെ കൂടപ്പുറപ്പൊക്കെ 6 ആക്കും 2 ഈച്ച മക്കളും. എനിക്ക് 3ാമത് ഒന്നും കൂടി ഞാൻ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആ 3ാമത്തത് ചോദിക്കും ഇനി എന്തുകൊണ്ട് നിങ്ങൾ കുറെ 6 പ്രസവിച്ചില്ല. ഞാൻ എന്താ പറയാ. ഈശ്വര. പിന്നെ ഓക്കെ, ഇനി എന്താണ് ഇപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം അവസാനമായിട്ട് ഇത്രയും അനുഭവമുള്ള എൻ്റെ പ്രിയപ്പെട്ട മാതാശ്രീക്ക് ഞങ്ങൾ മക്കളോടും അതുപോലെ ഈ കാണുന്ന പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത്? എല്ലാ കുട്ടികളും അനുസരണയുള്ള മക്കളാണ്. ചീത്ത സ്വഭാവത്തിൽ ലഹരി അങ്ങനത്തെ കാര്യത്തിലേക്ക് ഒന്നും പോകരുത്. പിന്നെ ഈ അച്ഛനമ്മമാര് പിന്നെ ചെയ്യണത് കണ്ട് വളരുന്ന മക്കളാണ്. അപ്പോൾ അത് അവരെ മാതിരി പിന്തുടരാൻ നോക്കുക. അല്ലാതെ ഈ പല ചീത്ത കൂട്ടുകെട്ടിലേക്കോ ചീത്ത സ്വഭാവത്തിലേക്കൊന്നും പോവാതെ നല്ല അച്ചടക്കടത്തിലും ബഹുമാനത്തിലും ദൈവത്തിൻ്റെ ഒരു കൃപ, ദൈവത്തിൻ്റെ വിശ്വാസം മനസ്സിലെപ്പോഴും ഉണ്ടായിട്ട് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യും. പഠിക്കണതും ഒക്കെ നല്ല തന്നെയാണ്. പക്ഷെ എന്നാലും അതിര് കവിഞ്ഞുള്ള ഈ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ മക്കളുടെ പല കോലത്ത് നടക്കും. അതൊരിക്കലും നന്നല്ല. അതാണ് ഞാൻ പറയുന്നത്. ഒക്കെ ഫാഷൻ നന്ന്, പക്ഷെ ഓവറായിട്ട് ഇപ്പോൾ കീറി പുറിഞ്ഞ പാൻറ് അതെന്നെ ഉദ്ദേശിച്ചാണ്, അതെന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അങ്ങനെ ഒരാള് കണ്ടാൽ ആ ഒരു എന്താണ് ചെക്കൻ്റെ കോലം അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ കോലം അത് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതെ എല്ലാവരും നാളെ തൊട്ടിട്ട് സാരി ഉടുക്കണം ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. സാരി എടുക്കലുണ്ടോ? ഇല്ല, ചുരിദാർ ഡ്രസ്സല്ല. പക്ഷെ കുറെയൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ സാരിയില്ല ചുരിദാറില്ല അഭിമാനത്തോടുകൂടി നടക്കുന്ന ഡ്രസ്സുകൾ, അഭിമാനമുള്ള ഒരു ആൾക്കാർ കാണുമ്പോൾ അയ്യേ അങ്ങനെ പറഞ്ഞ ഡ്രസ്സ് ഇടാതെ നല്ല രീതിയിൽ നടക്കുക, നല്ല സ്വഭാവത്തിൽ നടക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം ഭക്ഷണമൊന്നും കഴിക്കാതെ വിശക്കുന്നുണ്ട്, എന്നാലും ഇത്രയും സമയം. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പൊ 10 രൂപ കയ്യിൽ കിട്ടിയാലും 100 രൂപ കിട്ടിയാലും അതിൽ നിന്ന് ഒരു ചെറിയൊരു സംഖ്യ, ഒരു സമ്പാദ്യശീലം ഈ മക്കൾക്ക് നല്ലതാണ്. പൈസ കൊണ്ട് ധാരാളിത്തം ദുർത്തടി അതൊന്നും നന്നല്ല. വരവിനനുസരിച്ച് ചിലവാക്കുക. പിന്നെ അനാവശ്യ കടങ്ങളൊന്നും ആക്കണത് നല്ലതല്ല. പിന്നെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സഞ്ചയിക്കുക എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു. അതേമാതിരി അങ്ങനെ എപ്പോഴായാലും ഒരു സമ്പാദ്യശീലം നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് വളരെ വളരെ താങ്ക് യു. ഓക്കെ, താങ്ക് യു.